സോളിഡാരിറ്റി സമ്മേളനം ചരിത്ര സംഭവമായി മാറാൻ പോവുകയാണ്. ഈ സമ്മേളനത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. വികസനത്തിന് ഒരു തിരുത്ത് എന്ന മുദ്രാവാക്യം കേരളത്തിന്റെ മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു. ആദർശ യൗവനത്തിന്റെ വീണ്ടെടുപ്പ് കേരളം ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. നീലാകാശമെറിഞ്ഞുകൊടുത്തൊരു വിപ്ലവത്തിന്റെ ചുവന്ന നാളം, നേരിന്മയിൽ മുക്കിയെടുത്തൊരു കാലക്കൊടിയിൽ പകർത്തി വച്ചു. നീലാകാശമെറിഞ്ഞുകൊടുത്തൊരു വിപ്ലവത്തിന്റെ ചുവന്ന നാളം, നേരിന്മയിൽ മുക്കിയെടുത്തൊരു കാലക്കൊടിയിൽ പകർത്തി വച്ചു. നന്മയിൽ വിശ്വസിക്കുന്ന യുവത്വമാ മൂന്നു വർണ്ണ കൊടിയേറ്റുവാങ്ങി നാടുണർത്തിയിടുവാൻ ഉച്ചം വിളിക്കുന്നു. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്. നാട്ടുവെളിച്ചം കെടാതെ സൂക്ഷിക്കുവാൻ ചോര തുടിക്കുന്ന കൈകളുണ്ട്. നാട്ടുവെളിച്ചം കെടാതെ സൂക്ഷിക്കുവാൻ ചോര തുടിക്കുന്ന കൈകളുണ്ട്. ആണയിലേക്ക് സധീരം നടത്തുവാൻ കാലുകൾക്കേറെ കരുത്തുമുണ്ട്. ആണയിലേക്ക് സധീരം നടത്തുവാൻ കാലുകൾക്കേറെ കരുത്തുമുണ്ട്. നീതികേടിൻ പെരും കോട്ട തകർക്കുവാൻ വാക്കിന്റെ ആയുധം നാവിലുണ്ട്. നീതികേടിൻ പെരും കോട്ട തകർക്കുവാൻ വാക്കിന്റെ ആയുധം നാവിലുണ്ട്. നേരിലേക്കെത്തുവാൻ പൂർവികന്മാർ പണ്ട് താണ്ടിയ പാതകൾ ഓർമ്മയുണ്ട്. നേരിലേക്കെത്തുവാൻ പൂർവികന്മാർ പണ്ട് താണ്ടിയ പാതകൾ ഓർമ്മയുണ്ട്. ആത്മവിശ്വാസത്തോടുച്ചം വിളിക്കുക സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്. നീലാകാശമെറിഞ്ഞുകൊടുത്തൊരു വിപ്ലവത്തിന്റെ ചുവന്ന നാളം, നേരിന്മയിൽ മുക്കിയെടുത്തൊരു കാലക്കൊടിയിൽ പകർത്തി വച്ചു. വേദന കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവർക്കിനി കുഞ്ഞനൂജ്. വേദന കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവർക്കിനി കുഞ്ഞനൂജ്. വേലിപ്പുറത്തേക്കു മാറ്റി നിർത്തിയ പാവങ്ങൾ ഞങ്ങൾക്ക് ഉറ്റതോട്. വേലിപ്പുറത്തേക്കു മാറ്റി നിർത്തിയ പാവങ്ങൾ ഞങ്ങൾക്ക് ഉറ്റതോട്. വഞ്ചിതരായി പിടയുന്ന പെണ്ണുങ്ങളൊക്കെയും ഞങ്ങളുടെ നേരെ പെങ്ങൾ. വഞ്ചിതരായി പിടയുന്ന പെണ്ണുങ്ങളൊക്കെയും ഞങ്ങളുടെ നേരെ പെങ്ങൾ. നെഞ്ചിൽ തറച്ചവെ പന്തങ്ങളായി കാലം ജയിക്കാൻ വരുന്നു ഞങ്ങൾ. നെഞ്ചിൽ തറച്ചവെ പന്തങ്ങളായി കാലം ജയിക്കാൻ വരുന്നു ഞങ്ങൾ. ആദ്യം നടുങ്ങുമാർ ഉച്ചം വിളിക്കുക സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്
ഈ സമ്മേളനം പാലക്കാട്ട് വെച്ച് നടത്താൻ തീരുമാനിച്ചത് പാലക്കാട് സാമ്രാജ്യത്തിനെതിരെ ശക്തമായ സമരം പ്ലാച്ചിമടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് സാമ്രാജ്യത്തിനെതിരെ ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു സമരം പ്ലാച്ചിമടയിലെ അതും സാധാരണക്കാരായ ആദിവാസികളിൽ നിന്ന് രൂപപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ആ സമരത്തിന് പിന്തുണ കൊടുക്കുകയും ആ സമരത്തിന് ഒരു പിന്തുണ എന്ന നിലക്ക് തന്നെ പാലക്കാട് വെച്ച് സമ്മേളനം നടത്താനും തീരുമാനിച്ചു. കേരളത്തിലെ ജനങ്ങൾ സോളിഡാരിറ്റിയെ സ്നേഹിക്കുന്നു. സോളിഡാരിറ്റി മുന്നോട്ടുവെച്ച എല്ലാ പരിപാടികളും അവർ വിജയിപ്പിച്ചു. നമ്മുടെ ആത്മാർത്ഥതയെ ചുമലിൽ തട്ടി പ്രോത്സാഹിപ്പിച്ചു. യുവാക്കളായാൽ ഇങ്ങനെ വേണമെന്ന് അവർ സ്വകാര്യം പറഞ്ഞു. നമ്മളിൽ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചു. ശത്രുക്കൾ പോലും അടവുകൾ മാറ്റിത്തുടങ്ങി. എതിർക്കുന്നതിനു പകരം നമ്മുടെ അജണ്ടകൾ യുവജന സംഘടനകൾ ഏറ്റെടുക്കുന്നു. നമുക്ക് സന്തോഷമുണ്ട്. ദൈവമേ സ്തുതി. നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. വിജയം കൊണ്ടും പെരുപ്പം കൊണ്ടും നീ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. യോഗ്യരായി നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു. എല്ലാം നിന്നിൽ അർപ്പിച്ച് മുന്നോട്ട്. മലമറിക്കാൻ പോന്ന ആവേശം ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. സഹപ്രവർത്തകരെ നന്ദി. പരിപാടികൾക്ക് പിറകെ പരിപാടികൾ, സമരങ്ങൾക്ക് പിറകെ സമരങ്ങൾ, സമയനഷ്ടം, സാമ്പത്തിക ഭാരം. നിങ്ങൾ പരാതി പറഞ്ഞില്ല. എല്ലാം ആവേശത്തോടെ ഏറ്റെടുത്തു. തൊട്ടതെല്ലാം വിജയിപ്പിച്ചു. ശത്രുവിനെ കൂസാത്ത നിങ്ങളുടെ ആ നിൽപ്പുണ്ടല്ലോ, അധർമ്മത്തിനെതിരെ ഉയരുന്ന ആ മുഷ്ടിയുണ്ടല്ലോ, ആലംബഹീനർക്കു വേണ്ടി അലിയുന്ന ആ മനസ്സുണ്ടല്ലോ, ദൈവസ്മരണയിൽ കുനിയുന്ന ആ ശിരസ്സുണ്ടല്ലോ, ഇതെല്ലാം ഒത്തുചേർന്ന ആ വിപ്ലവ യൗവനമുണ്ടല്ലോ, അത് മതി കേരളത്തെ രക്ഷിക്കാൻ. ഏപ്രിൽ 23 പാലക്കാട് നമുക്ക് യുവത്വം കൊണ്ട് കവിത വരക്കണം. യുവജന ബഹുജന പങ്കാളിത്തം കൊണ്ട് മുഴക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട്, ശക്തി കൊണ്ട്, അച്ചടക്കം കൊണ്ട്, വിപ്ലവത്തുടിപ്പുകൊണ്ട് സമ്മേളനം ചരിത്രമാവണം. കേരളത്തെ പാലക്കാട്ടേക്കൊഴുക്കുവാൻ കൂടുതൽ ആവേശത്തോടെ അധ്വാനിക്കുക, കൂടുതൽ വിനയത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്ത് സ്വതന്ത്രരായ, നിഷ്പക്ഷരായ, സത്യമന്വേഷിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട് നാം തെരഞ്ഞെടുത്തത് കേരളത്തിലെ ഏറ്റവും മർദ്ദിതരായ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഏറ്റവും പീഡിതമായ, ഏറ്റവും മോശമായ ഒരു സമൂഹത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. സോളിഡാരിറ്റി വരുന്നു, വിമോചനത്തിന്റെ മുദ്രാവാക്യവുമായി വരുന്നു. ആ പാലക്കാടും പ്ലാച്ചിമടയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് സോളിഡാരിറ്റി പാലക്കാട്ടേക്ക് എന്ന് പറയുന്നത്. പ്ലാച്ചിമടയിലെ മർദ്ദിതരായ, പീഡിതരായ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരുപക്ഷെ ബഹുരാഷ്ട്ര സാമ്രാജ്യ കുത്തകയെ കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിന്റെ പ്രതീകമെന്ന നിലക്കാണ് ഇന്ന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ പാലക്കാട്ടേക്ക് എന്ന് തീരുമാനിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാലക്കാട്ടേക്കുള്ള ആ യാത്ര, പാലക്കാട് സമ്മേളനം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു സുവർണാധ്യായമായി മാറണമെന്നാണ് എനിക്കെന്റെ താത്പര്യന്മാരോട് പറയുവാനുള്ളത്. പോരാളികൾ ഒന്നിക്കാറില്ല, ഒന്നിക്കാൻ ശത്രുക്കൾ അവരെ അനുവദിക്കാറില്ല. ഇതാദ്യമായി കേരളത്തിലെ ജനകീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചിരുന്ന് കേരളത്തിന്റെ വികസന പദ്ധതികളെ വിചാരണ ചെയ്തു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത പോരാളികളുടെ സംവാദത്തിൽ നിരവധി പോരാട്ട സംഘടനകൾ പങ്കെടുത്തു. ആദിവാസി, ഇവരെ മനുഷ്യരായി അംഗീകരിക്കാൻ ആരും തയ്യാറല്ല. പിറന്നു വീണ മണ്ണ് കുടിയേറ്റക്കാർ കൈയടക്കി. അവരുടെ കാട്ടറിവുകൾ പോലും പേറ്റന്റ് ചെയ്യപ്പെട്ടു. ഭക്ഷണവും ചികിത്സയും
വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെട്ടവർ, ഭരണക്കാരുടെ വാഗ്ദാനങ്ങൾ ഏറെ, ഫണ്ടുകൾ ധാരാളം. ഇതൊന്നും ആദിവാസികൾക്ക് ലഭിക്കുന്നില്ല. എല്ലാം ഇടനിലക്കാർക്ക്. അവകാശങ്ങൾ ചോദിച്ചാൽ ഭരണകൂട ഭീകരത. മുത്തങ്ങ ഒരു ഉദാഹരണം മാത്രം. ഈ മനുഷ്യർക്കു വേണ്ടി ആര് ശബ്ദിക്കാൻ? അവരുടെ ഭൂമി വീണ്ടെടുക്കണം. മാന്യമായ ചികിത്സയും വിദ്യാഭ്യാസവും ലഭ്യമാക്കണം. എല്ലാറ്റിനുമുപരി അവരെ മനുഷ്യരായി കാണണം. സോളിഡാരിറ്റി ഇന്ന് അവരുടെ പ്രതീക്ഷയാണ്. ആവശ്യങ്ങൾക്കായി അവർക്കൊപ്പം സോളിഡാരിറ്റി പോരാടും. सारे जहां से अच्छा हिंदोस्तां हमारा सारे जहां से अच्छा हम बुले इसकी ए गुलसिता हमारा सारे जहां से अच्छा. ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത്ര നമുക്ക് നമ്മുടെ ജനങ്ങള് ഇപ്പോൾ നമ്മുടെ ആദിവാസിക്ക് എന്ത് അനുകൂലമുണ്ടെങ്കിലും ഞങ്ങൾക്ക് മേടിച്ചു തരണം. ഞങ്ങൾക്ക് വെളിവില്ല, വെള്ളിയാഴ്ചയില്ല, അറിവില്ല. കടലോരം ടൂറിസത്തിന്റെയും അശാസ്ത്രീയമായ വ്യവസായത്തിന്റെയും ഒക്കെ പേരിൽ അനുദിനം മത്സ്യത്തൊഴിലാളികൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു. തീരദേശ സമ്മേളനം. ആദിവാസികളെപ്പോലെ തന്നെ ദുരിതം പേറുന്നവരാണ് തീരദേശവാസികൾ. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന കടലാക്രമണങ്ങൾ, ഇപ്പോൾ സുനാമി ദുരന്തവും. തായ്ലൻഡിൽ നിന്നും മത്സ്യം ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ഉന്നതങ്ങളിൽ നടക്കുന്ന ചർച്ച അവരെ ഭയപ്പെടുത്തുന്നു. കടൽത്തിര പോലെ അവരുടെ മനസ്സും മലയടിക്കുകയാണ്. തങ്ങളുടെ ദുഃഖവും വേദനയും സോളിഡാരിറ്റി പ്രവർത്തകരുമായി അവർ പങ്കുവച്ചു. തിരുവനന്തപുരത്ത് വലിയ തുറയിൽ സോളിഡാരിറ്റി സംഘടിപ്പിച്ച തീരദേശ സമ്മേളനം മുൻ മുഖ്യമന്ത്രി ബഹുമാന്യനായ AK ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്ത് നാട്ടിൽ കുറെ തിളക്കം കാണുന്നു, മറുഭാഗത്ത് നാട്ടിൽ കൂടുതൽ ഇരുട്ട് വ്യാപിക്കുക. അതിന്റെ ഒരു പ്രധാന കാരണം ഇന്ത്യയിലായാലും കേരളത്തിലായാലും തിരുവനന്തപുരത്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ചയുടെ, പുരോഗതിയുടെ ആനുകൂല്യങ്ങൾ, ഗുണഫലങ്ങൾ നീതിപൂർവമായി വിതരണം ചെയ്യുന്നില്ല. നാട്ടിലുണ്ടാകുന്ന നേട്ടങ്ങൾ എല്ലാവർക്കും ഒരുപോലെ സാമാന്യ നീതി അനുസരിച്ച് കിട്ടുന്നില്ല. ചിലർ പന പോലെ വളരുന്നു, അല്ലെങ്കിൽ തടിച്ചു കൊടുക്കുന്നു. ചിലർ നിത്യദാരിദ്ര്യത്തിലേക്ക് മാറുന്നു. ഞങ്ങളതിൽ വിശ്വസിച്ചു പോയി. വിശ്വാസം നമ്മളെ വിശ്വാസ വഞ്ചന ചെയ്ത് സർക്കാർ സ്ഥലം എടുത്താൽ അതിന്റേതായ രീതിയിൽ ഞങ്ങൾക്കൊരു തൊഴിൽ വേണം. ആ തൊഴിലാണ് ഞങ്ങൾക്ക് ആവശ്യം. ആകെ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന കാശോടുകൂടി 40,000 രൂപ ഞങ്ങൾക്ക് കിട്ടിയ ആ 40,000 രൂപയ്ക്ക് ഞങ്ങള് എങ്ങനെ സ്ഥലം മേടിക്കും, പെരയുണ്ടാക്കും. അല്ലെങ്കിൽ അവരുടെ വണ്ടി വന്ന് പൊക്കളിയം വന്നാട് പൊളിച്ചോളേ. എന്നിട്ട് പൊക്കളിയം വന്നത് എങ്ങനെയാണ് കൈ കാണിച്ചിട്ടുണ്ടല്ലോ, അകത്തുകൂടി ഞങ്ങളുടെ കൈ കാണിച്ചിട്ട് ഇതെങ്ങനെ 4 കുലുക്കൂലിക്ക് ഇപ്പൊ എല്ലാം തകർന്ന് ഞങ്ങളവിടെ ചങ്ക് തകർന്ന ഞങ്ങളുടെ. ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങൾ, ഫാക്ടറികൾ, അണക്കെട്ടുകൾ, അതിവേഗ പാതകൾ, സ്മാർട്ട് സിറ്റികൾ. നാട് വികസിക്കുകയാണ്. എന്നാൽ ഈ വാചാലതക്കപ്പുറം ചില മൗനങ്ങളുണ്ട്. അവിടെ 10,000 വിഷജലം കുടിച്ചും വിഷവായു ശ്വസിച്ചും മാരാരോഗങ്ങൾക്കടിപ്പെട്ട് ചത്തും മരിച്ചും പെറ്റുപെരുകിയും കഴിഞ്ഞുകൂടുന്നു.
ഇവരെ സാക്ഷി നിർത്തി ഭ്രാന്തമായ വികസനത്തെ നമുക്ക് വിചാരണ ചെയ്ത് ഇരകൾക്കൊപ്പം നിന്ന് പോരാടാം. പ്രകൃതിയിൽ ഈ തലമുറകൾക്ക് മാത്രമല്ല ലോകാവസാനം വരെയുള്ള എല്ലാ വരും തലമുറകൾക്കും വേണ്ടി നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള മഹത്തായ നിധികളും ഖനികളും ഐശ്വര്യങ്ങളും എനിക്കും എന്റെ ആൾക്കും മാത്രം വാരിക്കൂട്ടണമെന്ന ദുരയോടുകൂടി ശാസ്ത്രത്തിന്റെ സിദ്ധികൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ചൂഷണം ചെയ്ത് എല്ലാം വലിച്ചെടുക്കുന്ന ഒരു നിലപാടെടുത്താൽ അത് ഭാവി തലമുറയുമായുള്ള ഒരു സംഘട്ടനം. അതുകൊണ്ട് പ്രകൃതിയെ മയക്കിയെടുത്തുകൊണ്ട് അടിസ്ഥാനപരമായ അതിന്റെ പോഷകമായ സകല കഴിവുകളും നിലനിർത്തി വികസിപ്പിക്കുന്ന സാധ്യത നിലനിർത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്ന ഒരു വികസന രീതിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഞാൻ ഓർക്കുകയാണ് വികസനത്തിന്റെ വിനാശങ്ങൾ എന്നാക്കി മാറ്റണോ എന്നുള്ളത്. കാരണം ഇന്നത്തെ ആർത്തി നിറഞ്ഞ നവമുതലാളിത്തം വികസനം വിനാശമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ കണ്ട പോരാ. പിന്നാക്ക ധ്രുവീകരണം മുന്നാക്ക ധ്രുവീകരണം ഉണ്ട്. എന്നാൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. അവിടെ അതിന്റെ തുടക്കം തന്നെ തെറ്റാണ്. റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് എല്ലാ പാർട്ടികൾക്കും അഭിപ്രായം ഇല്ല. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്ന ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ഇന്ത്യയിൽ ആദ്യമായി പറഞ്ഞൊരു പാർട്ടി ഞങ്ങളുടെ 1930 ആർട്ടിക്കിൾ 16 അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് OBC വിഭാഗത്തിന് ഈ കാര്യത്തിൽ ആവശ്യമായ സംവരണം കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടി കിട്ടണം. ആ മറുപടി കിട്ടാൻ വേണ്ടി ആവണം സോളിഡാരിറ്റി ഇങ്ങനെ തന്നെ ഈ ചർച്ച സംഘടിപ്പിച്ചത്. പക്ഷെ മറുപടി ഇപ്പോഴും കിട്ടിയെന്ന് വെച്ചാൽ അസംബ്ലിയിൽ ഇവിടെയും ആവർത്തിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. വളരെ വ്യക്തമായ ഭാഷയിൽ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് മാത്രം പറഞ്ഞില്ല, ബാക്കിയൊക്കെ പറഞ്ഞു. നമുക്ക് വേണ്ടത് എന്താണ്? എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ വിഷയത്തിൽ എന്റെ ഉറച്ച അഭിപ്രായം, ഇത് നടപ്പാക്കുമോ ഇല്ലയോ ഒന്ന് തുറന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. നടപ്പാക്കില്ല ഒരു കുഴപ്പമില്ല. ന്യായമായ കാരണങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി നടപ്പാക്കാൻ പറ്റില്ല പറയാം. പക്ഷെ അത് പറയാനുള്ള നട്ടല് ദയവായിട്ട് നിങ്ങൾ കാണിക്കണം. ആളുകളെ ഇനി കബളിപ്പിക്കുന്നത് ശരിയല്ല. ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാഥമികമായ മര്യാദയാണ് തങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് സത്യം പറയുക എന്നുള്ളത്. ഏഴ് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനി നിയമ സംവിധാനത്തിനു മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. കുറ്റവാളിയെന്നോ നിരപരാധിയെന്നോ തെളിയിക്കപ്പെട്ടിട്ടില്ല. വർഷങ്ങൾക്കുശേഷം നിരപരാധിത്വം തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങളുടെ ജീവിതം ആരു നൽകും? 1000 കുറ്റവാളികളെ വെറുതെ വിട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു പൌരന് ഭരണഘടന നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധം. മഅദനിയെ മോചിപ്പിക്കുക. സോളിഡാരിറ്റി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മനുഷ്യാവകാശ സമ്മേളനം. പ്രഥമ ദൃഷ്ട്യാ ഈ മനുഷ്യനെതിരായി നിങ്ങൾ 7 കൊല്ലമായി നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പൌരൻ, കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനെതിരായി ഒരു എലിയെ ശിക്ഷിക്കാൻ പോലുമുള്ള തെളിവ് ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് വിനയപൂർവ്വം ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതും നിരാകരിച്ചു. ഇദ്ദേഹത്തെ പുറത്തുവിട്ടാല് ക്രമസമാധാന നില തകരും. പക്ഷെ അത് തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കാസർകോട് ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചു. പത്രപ്രവർത്തകരുടെ വ്യക്തമായും നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു, അബ്ദുൽ നാസർ മദനിയേക്ക് ജാമ്യം കൊടുത്താൽ
കേരളത്തിൽ ക്രമസമാധാന നിലയ്ക്ക് യാതൊരു ഭംഗവും ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ലായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ബഹുമാനപ്പെട്ട ജഡ്ജി എന്നോട് ചോദിച്ചത്, നിങ്ങളുടെ കേരള സർക്കാർ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായങ്ങൾ മാറുമല്ലേ? പെരിയാർ, കേരളത്തിന്റെ ദാഹം തീർക്കുന്ന ഏറ്റവും വലിയ നദി. ഇന്ന് പെരിയാറില്ല, ഉള്ളത് വിഷമാലിന്യങ്ങൾ പേറുന്ന പെരിയാറാണ്. പെരിയാറിന്റെ തീരത്ത് സ്ഥാപിക്കപ്പെട്ട 300ഓളം വ്യവസായ സ്ഥാപനങ്ങളുടെ വിസർജ്യങ്ങൾ പേറുന്ന, വിഷജലം ഒഴുക്കുന്ന വിഷനദി. പരിസരവാസികൾ ക്യാൻസർ, ആസ്മ, ഹൃദ്രോഗം, ബുദ്ധിമാന്ദ്യം, ബ്രെയിൻ ഫീവർ എന്നീ രോഗങ്ങൾക്കിരയായി ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും നമുക്ക് വേണ്ടത് വികസനം തന്നെ. കേരളത്തിന്റെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് സർക്കാർ മഴക്കുഴികൾ നിർമ്മിക്കുന്നു. പെരിയാറിലെ വെള്ളം വിഷം കലർത്തുന്നതിന് കൂട്ടുനിൽക്കുന്നതും ഇതേ സർക്കാർ തന്നെ. ഈ വൈരുദ്ധ്യമാണ് കേരളത്തിന്റെ ശാപം. പെരിയാറിന്റെ തീരത്ത് വസിക്കുന്നവരുടെ ക്ഷണം സ്വീകരിച്ച് സോളിഡാരിറ്റി സംഘടിപ്പിച്ച പെരിയാർ സമ്മേളനം. അതുകൊണ്ട് വെള്ളം എന്നുള്ളത് വായു, വെള്ളം, നമ്മുടെ കടല്, കായല്, പുഴകള്, നദികള്, മലകള്, മണ്ണ്, ഇത് ഈ നാടിന്റെ, സമൂഹത്തിന്റെ, ജനങ്ങളുടെ പൊതുസ്വത്താണ്. സാങ്കേതികമായി സർക്കാർ പലതിന്റെയും ഉടമസ്ഥാവകാശം കൈവയ്ക്കുന്നു. സർക്കാരിന്റെ ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിലും ആത്യന്തികമായി സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സർക്കാരിന് നിലനിൽപ്പില്ല. ജനങ്ങളുടെ പൊതുസ്വത്താണ്. അതുകൊണ്ട് ജീവിക്കാനുള്ള മനുഷ്യരുടെ അവകാശത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നടത്തുന്ന ഈ പോരാട്ടം. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാതെ ജീവിക്കാൻ വേണ്ടി, ശുദ്ധവായുവിന് വേണ്ടിയുള്ള, ശുദ്ധവെള്ളത്തിന് വേണ്ടിയുള്ള, ജീവിക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടം വിജയിക്കേണ്ടത് നാടിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, തലമുറകളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. ഇവിടെ ആവശ്യമായ സന്ദർഭത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ തലമുറ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ തലമുറയെ വരാൻ പോകുന്ന തലമുറ ശപിക്കും. സാമ്പത്തിക വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ ദാരിദ്ര്യവും പട്ടിണിയും കടക്കെണിയും ആത്മഹത്യയും ഇവിടെ നാൾക്കുനാൾ വർദ്ധിക്കുന്നു. കൺസ്യൂമർ സ്റ്റേറ്റായി മാറിയ കേരളം ഉൽപാദന രംഗത്ത് നിന്നും മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വരും നാളുകളിൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇവിടെ വർദ്ധിക്കുകയാണ്. അപജയങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സമൂഹത്തിൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുമ്പോഴും പാർപ്പിട പ്രശ്നവും, കുടിവെള്ള പ്രശ്നവും, ദാരിദ്ര്യവും, പട്ടിണിയും, ലക്ഷക്കണക്കിന് ടൺ അരി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെയും ഒക്കെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നത്. ഇതാണ് വികസനത്തിനുള്ള വിരോധാഭാസം, വൈരുദ്ധ്യം. കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയിൽ ഗൾഫ് പണത്തിന്റെ പങ്ക് ശ്രദ്ധേയമാണ്. എന്നാൽ ഗൾഫ് നാടുകളിൽ വീടും കുടുംബവും ഉപേക്ഷിച്ച് രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന പ്രവാസികളുടെ സമ്പത്ത് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വീട് നിർമ്മാണത്തിലും ആർഭാട ജീവിതത്തിലും ദ്രവ്യം ചെയ്യപ്പെടുന്ന ധനം സാമ്പത്തികം മാത്രമല്ല, സാംസ്കാരിക തകർച്ചയ്ക്ക് കൂടി കാരണമാകുന്നു. ഗൾഫുകാരന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള സമ്പത്ത് നമുക്കെങ്ങനെ നാടിന്റെ പുരോഗതിക്കു വേണ്ടി പ്രയോജനപ്പെടുത്താം? ഗൾഫ് പണവും കേരളത്തിന്റെ വികസനവും സോളിഡാരിറ്റി കോട്ടക്കലിൽ സംഘടിപ്പിച്ച സെമിനാർ. എങ്ങനെ ധർമാശുപത്രികൾ എവിടെ? ഗവൺമെന്റ് ആശുപത്രികൾ നാൾക്കുനാൾ ഇല്ലാതാവുന്നു. സ്വകാര്യ ആശുപത്രികൾ പെരുകുന്നു.
ചികിത്സ ഇന്ന് വ്യവസായമായി മാറി. ആശുപത്രികൾ അറവുശാലകളും. ചെറിയ രോഗങ്ങൾക്ക് പോലും CT സ്കാനും ഓപ്പറേഷനും വിധിക്കുന്നു. കനത്ത ഫീസും ഈടാക്കുന്നു. പണമുള്ളവർ ചികിത്സിച്ചാൽ മതി, പണമില്ലാത്തവർക്ക് മരണം. ഇത് മാറിയേ പറ്റൂ. ഇവിടെ പണമില്ലാത്തതിന്റെ പേരിൽ ആരും മരിക്കാൻ പാടില്ല. അവന്റെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം. അറവുശാലകളായി മാറിയ സ്വകാര്യ ആശുപത്രികളെ നിലക്ക് നിർത്തണം. ഇല്ലെങ്കിൽ ജനം അവരെ മര്യാദ പഠിപ്പിക്കും. ആശുപത്രി ചൂഷണത്തിനെതിരെ സോളിഡാരിറ്റി നടത്തിയ ബഹുജനം. സന്ദർശകർക്ക് പാസിന് ഫീസ് എന്ന് പറയുന്ന 2 രൂപ 5 രൂപ 10 രൂപ വരെയായി നിൽക്കുന്ന ഒരു സ്ഥിതി. ഒരു ദിവസം 5000-നും 8000-നും ഇടയ്ക്ക് സന്ദർശക പാസ് കൊടുക്കുന്നു. ഇതിൽ കൂടെ ഉണ്ടാകുന്ന വരുമാനം എന്താണ്? കോളക്കമ്പനി നാടുവിടുക. സോളിഡാരിറ്റി പ്ലാച്ചിമട ഐക്യദാർഢ്യ സമ്മേളനം 2005 മാർച്ച് 20. സാമ്രാജ്യത്വത്തിന്റെ പ്രതീകമായ കോള ഫാക്ടറിക്കെതിരെ ജനരോഷം ഇരമ്പി. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഒരു പിടി അരി നൽകി പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. പ്ലാച്ചിമടയിലേക്ക് ഒരു കുടം വെള്ളവും ഒരു പിടി അരിയും. പട്ടിണി കിടന്ന് കോളഭീമനെ മുട്ടുകുത്തിക്കുന്ന പ്ലാച്ചിമടയിലെ സാധാരണക്കാരായ പോരാളികളെ സഹായിക്കാൻ ഒരു പിടി അരി തന്ന് സോളിഡാരിറ്റിയോട് അവർ സഹകരിച്ചു. പ്ലാച്ചിമടയിലേക്ക് ആദിവാസികൾ സ്വന്തം കുടിവെള്ളം കാത്തുസൂക്ഷിക്കുക മാത്രമല്ല, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം കൂടിയാണ് അവർ നടത്തുന്നത്. പോരാട്ടം നമുക്ക് വേണ്ടിയാണ്, നാട്ടുകാർക്ക് വേണ്ടി. കോളക്കമ്പനിയെ ഞങ്ങൾ മുട്ടുകുത്തിക്കും. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. നഷ്ടപരിഹാരം നൽകാതെ നാടുവിടുവാൻ കോളക്കമ്പനിയെ അനുവദിക്കില്ല. തടയും. കേരളത്തിൽ എവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചാലും തടയും. പ്ലാച്ചിമടയിലെ ആദിവാസികളോടൊപ്പം നിന്ന് തടയും. ഈ പാവക്കമ്പനി അടച്ചുപൂട്ടണം. മാത്രവുമല്ല, നഷ്ടപരിഹാരം നൽകണം. ഈ ജനതക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാരം നൽകണം. ഈ ജനതക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാരം നൽകാതെ കമ്പനി ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഹജ്ജിന് പോകുന്നത് പോലെയും ഹിന്ദുക്കൾ കാശിയിൽ പോകുന്നത് പോലെയും പ്ലാച്ചിമടയിലേക്കുള്ള ഈ യാത്ര സോളിഡാരിറ്റി പ്രവർത്തകർക്ക് ഓർത്തിരിക്കാനുള്ള ഒരു തീർത്ഥയാത്രയാകും. 1982 പൊന്നാനി കോൾകൃഷി മേഖലയിൽ ജലസേചനം ലക്ഷ്യമാക്കി കേരള സർക്കാരിന്റെ പരിഗണനയിലുള്ള പദ്ധതിയാണ് ചമ്മറവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. 16 കോടി രൂപ അടങ്കൽ തുക നിശ്ചയിച്ച് തുടങ്ങിയതാണ് ഈ പദ്ധതി. 1984 മുതൽ പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയുടെ പേരിൽ ഒരു വർഷം 29 ലക്ഷം രൂപയാണ് ശമ്പള ഇനത്തിൽ മാത്രം കൊടുത്തു തീർക്കുന്നത്. വികസനത്തിന്റെ പേരിൽ വായുവും വെള്ളവും മലിനമാക്കിയവർക്ക് ഒരു ജനസമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ എന്താണിത്ര താൽപര്യം? സോളിഡാരിറ്റിക്ക് നോക്കി നിൽക്കാനാവില്ല. ചമ്മറവട്ടം പദ്ധതി ഉടൻ നടപ്പിലാക്കുക. സമരപ്രഖ്യാപനം. എന്ന് പറയുന്നത് ആനക്കാര്യം എന്ന അർത്ഥത്തിലല്ല, മനുഷ്യന് ജീവിക്കാൻ പ്രാഥമികമായി ആവശ്യമായ കാര്യം എന്ന അർത്ഥത്തിലാണ്. അരിയില്ലാഞ്ഞ് തുണിയില്ലാഞ്ഞ് ഉള്ള കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സമരങ്ങൾ നടക്കുകയും വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുണിയില്ലാതെയും അരിയില്ലാതെയും കുറച്ചിടെയെങ്കിലും ഒക്കെ ജീവിക്കാൻ, ഇരുട്ടത്തോ ഒക്കെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ വെള്ളമില്ലാതെ നേരത്തോട് നേരം കഴിയാൻ പറ്റില്ല. സോളിഡാരിറ്റി ഹൌസ്. സേവനം സോളിഡാരിറ്റിയുടെ മുഖമുദ്രയാണ്. ആശയങ്ങളും ആദർശങ്ങളും പ്രകാശിപ്പിച്ച സമ്മേളനം സേവനമുദ്ര കൂടി പതിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നിർധനർക്ക് 100 വീട് നിർമ്മിച്ചു നൽകുവാൻ സോളിഡാരിറ്റി തീരുമാനിച്ചു. എന്നാൽ
നൂറുകണക്കിന് നിർധനരുടെ അപേക്ഷ സോളിഡാരിറ്റിക്ക് സ്വീകരിക്കേണ്ടി വന്നു. ദൈവാനുഗ്രഹത്താൽ ഉദാരമതികളുടെ സഹകരണവും സഹായവും പ്രതീക്ഷിച്ചതിലും കവിഞ്ഞു. 100 വീടുകൾ എന്നത് 400 വർദ്ധിപ്പിച്ചു. സമ്മേളനത്തിന്റെ മുമ്പ് തന്നെ ആദ്യ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് വിധവയായ മാധവിക്കുട്ടിയമ്മക്ക് നൽകി. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഈ സംഘടനാ പ്രവർത്തനം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഒരു മാതൃകയാക്കിക്കൊണ്ട് ചെയ്യുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രഖ്യാപനം ഫെബ്രുവരി 1 എറണാകുളത്ത് വെച്ചാണ് നടന്നത്. പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിൽ ഒട്ടുക്ക് സോളിഡാരിറ്റിയുടെ സമ്മേളന പ്രമേയമായ മണ്ണിനും മനുഷ്യനും വേണ്ടി വികസനത്തിനൊരു തിരുത്ത് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചണ്ഡമായ നല്ല രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് സാധിച്ചു. മാത്രമല്ല, പാലക്കാടിന്റെ ചൂട്, കഠിനമായ ചൂട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടിട്ടുണ്ട്. പ്രകടനം തുടങ്ങുന്ന ഇടങ്ങളിൽ, അതുപോലെ തന്നെ വഴിയോരങ്ങളിൽ, നഗരിയിലാകമാനം ആവശ്യാനുസരണം കുടിവെള്ള സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കൃത്യം 3 മണിക്ക് വിക്ടോറിയ കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന്റെ മുൻനിര സമ്മേളന നഗരിയായ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെത്തുന്നു. ഭൂഖണ്ഡങ്ങൾ കുലുങ്ങുമാറുച്ചത്തിൽ സ്റ്റേഡിയത്തിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ ഉയർന്നു. തിന്മയ്ക്കെതിരെയുള്ള രോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങുന്നു. അപ്പോൾ ആകാശം അതിൽ പങ്കുചേരാനെന്ന വണ്ണം കറുത്തു മേഘാവൃതമാകുന്നു. 5 വരിയായി വിട്ടിരുന്ന പ്രകടനം 8 വരിയായും പിന്നീട് 10 വരിയായും ഒടുവിൽ റോഡ് നിറച്ചും വിട്ടുതുടങ്ങി. ദൈവം എത്ര കരുണാമയനാണ്! പെരുമ കൊണ്ടും വലിപ്പം കൊണ്ടും എത്ര വേഗമാണവൻ ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിച്ചത്. ഒരേ സമയം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ശക്തി തെളിയിക്കുന്നതും അതോടൊപ്പം ഈ സംഘടന ജനമധ്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങളുടെ ആവിഷ്കാരവും കൂടിയാണ് ഈ റാലി. പ്രകടനം വിജയിപ്പിച്ച ദൈവം സമ്മേളനം പരാജയപ്പെടുത്തില്ല. അഥവാ മഴ പരാജയപ്പെടുത്താനല്ല, ഉജ്ജ്വല വിജയം സമ്മാനിക്കാനാണ്. സോളിഡാരിറ്റി സംസ്ഥാന സമ്മേളനത്തിനു വേണ്ടി തയ്യാറാക്കിയ അഖിലേന്ത്യാ അമീറിന്റെ പ്രഭാഷണത്തിൽ നിന്ന് സോളിഡാരിറ്റി കാഴ്ചവെക്കുന്ന മാതൃക ആവേശോജ്വലമാണ്. കേരളത്തിന് യോജിക്കാത്ത എക്സ്പ്രസ് ഹൈവേക്കെതിരെ നടത്തിയ വിജയകരമായ ചെറുത്തുനിൽപ്പ് മുതൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളോട് പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യം വരെ വ്യാപിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. മനുഷ്യനന്മയും ദൈവപ്രീതിയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർക്ക്
വിജയം സുനിശ്ചിതമാണ്. സോളിഡാരിറ്റി സമ്മേളനത്തിന്റെ പ്രകടനം ആരംഭിക്കുമ്പോൾ ചൂടാണെങ്കിലും ഒരു പ്രകടനത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് പാലക്കാട് കണ്ടത്. ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ആ പ്രകടനം വീക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. പ്രകടനം ആരംഭിച്ചതിന് ശേഷം ഉണ്ടായത് പ്രതികൂലമായ ഒരു കാലാവസ്ഥ, തികച്ചും പ്രതികൂലമായ കാലാവസ്ഥ, ഒരുപക്ഷെ ഭീതിജനകമായ രീതിയായിരുന്നു. മഴ അതിന്റെ രൗദ്രഭാവം പൂർണ്ണമായിട്ടും പ്രയോഗിച്ചൊരു സന്ദർഭമായിരുന്നു. അതിനോടൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലുകൾ. അതൊരു ചിതറേണ്ട ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായിട്ടും മാറി നിൽക്കേണ്ടതായിരുന്നു ശരിക്കും. പക്ഷെ ഞാൻ ആ ജാഥയിൽ ചേർന്നു പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത, ഒരു പ്രത്യേക ആവശ്യത്തിൽ. എല്ലാവർക്കും അണിചേരാവുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതുപോലൊരു പ്രകടനം പാലക്കാട് നടക്കുന്നത് ആദ്യമായിട്ടാണ്. മഴയാണ് നിങ്ങളെ കൂടുതൽ ആകർഷിച്ചത്. മഴ വന്നിട്ട് ആരും ഒന്നും വിടാണ്ട് മുദ്രാവാക്യം കൂടി ഒഴിവാക്കാതെ അത്രയും ഇതോടെ പറഞ്ഞിട്ട് അതിലാണ് ജനങ്ങൾക്ക് ആവേശം കൂടുതലായത്. ഇത് ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ആകണം. അതിലൊക്കെ ഞങ്ങൾ അണിചേരാൻ ഞങ്ങൾ തയ്യാറാണ്. എവിടെ ചോദിച്ചാലും സോളിഡാരിറ്റി പറഞ്ഞ ഇത്ര പെട്ടെന്ന് ഇമ്പ്രൂവ് ആവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 4 ആളും 2 ആളും കൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരായി. Before that, no river flowing there, but now the Arwari river is flowing because we. നിങ്ങളുടെ പ്രകടനം അനിതര സാധാരണമായിരുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിൽ വലിയ മതിപ്പുളവാക്കിയിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് നിങ്ങൾ മുന്തിയ പരിഗണന നൽകിയത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ പരിപാടികൾക്കും എന്റെ പിന്തുണയുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ ഇഷ്ടം പോലെ മഴ കിട്ടുന്നുണ്ട്. ധാരാളം നദികളുണ്ട്. പക്ഷെ കേരളത്തിന് വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര അച്ചടക്കമില്ല. 100% സാക്ഷരത കൈവരിച്ച കേരളത്തിന് ജലസാക്ഷരത പോരാ. മനുഷ്യനോടെ പോലെ മണ്ണിനോടുമുള്ള നിങ്ങളുടെ ആഭിമുഖ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ജൈവകൃഷി വീണ്ടെടുക്കാനുള്ള നിങ്ങളുടെ ഉദ്യമങ്ങൾ ഞാൻ പ്രകീർത്തിക്കുന്നു. നിങ്ങൾ രാജസ്ഥാനിലേക്ക് വരണം. അവിടെ മരുഭൂമിയിൽ നടന്ന മഴക്കൊയ്ത്ത് വിപ്ലവം നേരിൽ കാണണം. അത് കേരളത്തിലെ നിങ്ങളുടെ പ്രവർത്തനത്തിന് പ്രചോദനമാകും. ഏതു സമയത്ത് നിങ്ങൾ വിളിച്ചാലും ഇനി ഞാൻ വരും. രാജസ്ഥാനിലെ മഴക്കൊയ്ത്ത് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും മക്സാസെ അവാർഡ് ജേതാവുമായ രാജേന്ദ്ര സിംഗ് സോളിഡാരിറ്റി സംസ്ഥാന ഭാരവാഹികളോട് പറഞ്ഞതാണിത്. ഒരു സമ്മേളനം നൽകുന്ന മുഴുവൻ സന്ദേശങ്ങളും 1.5 ലക്ഷത്തോളം യുവാക്കൾ പങ്കെടുത്ത് നിങ്ങളുടെ പ്രകടനം കേരളത്തിന് നൽകിക്കഴിഞ്ഞു. മഴ കാരണം സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ആസാദ് ബച്ചോവ ആന്തോളൻ നേതാവ് ബൻവാരിലാൽ ശർമ്മ ഇങ്ങനെ പ്രതികരിച്ചത്. ഞാന് ഇവിടെ കുറെ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മുഴുവൻ പ്രകടനം ഇവിടെ തന്നെ പ്രകടനം ഇവിടെ തന്നെ പുറപ്പെടാറ് വളരെ അച്ചടക്കത്തോടുള്ള ഒരു യുവസമൂഹത്തെയാണ് എനിക്ക് വീക്ഷിക്കാൻ സാധിച്ചത്. മറ്റുള്ള ജാഥകളെല്ലാം ഒരു അച്ചടക്ക ലംഘനമായിട്ടാണ് ഞാൻ അധികം വീക്ഷിക്കാറുള്ളത്. പൊതുവെ ഈ ജാഥ മറ്റിൽ നിന്നും വിഭിന്നമായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഈ ജനസമൂഹത്തിനൊരു മാതൃക പോലെയാണ്. ഇതുപോലെ പ്രകടനമാണ് മറ്റുള്ളവരും കാഴ്ചവെക്കേണ്ടതെന്നുള്ളതാണ് മനസ്സിൽ എനിക്കുണ്ടായിത്തീരുന്നത്.
ആർക്കും ഉപദ്രവമില്ലാണ്ട് ഇത്രയും മഴയത്ത് വളരെ ക്വയറ്റായിട്ട് ആരിനെ ഉപദ്രവിക്കാണ്ട് യൂണിറ്റി, നല്ലൊരു യൂണിറ്റി എനിക്ക് കാണാൻ പറ്റും. ട്രാഫിക് ബ്ലോക്ക് ഒന്നും കാര്യമായി ഉണ്ടായി. മറ്റുള്ള പാർട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ സമ്മേളനം പറഞ്ഞാൽ ഇന്നലെ ബാറിലുണ്ടാവും, ഡാൻസ് ഷാപ്പിലുണ്ടാവും. അങ്ങനത്തെ ഉള്ളൊരു ഇതിലല്ല. പിന്നെ ഒക്കെ ചെറുപ്പക്കാരാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊക്കക്കോളിന്റെ അവിടെ പരിപാടി പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു, ജനങ്ങൾ മൊത്തം അറിയും. സോളിഡാരിറ്റി എല്ലാ കാര്യത്തിലും ചെയ്യുകയാണെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ നല്ല കാര്യം തന്നെയാണ്. അത് സോളിഡാരിറ്റി ചെയ്യുന്നുണ്ട്. ദന്തഗോപുരങ്ങളിൽ നിന്ന് പോലും മുതലാളിത്തത്തിന്റെ സംഗീതം ഉയർന്നു കേൾക്കുന്ന വർത്തമാന കാലത്ത് നിറഞ്ഞ പത്തായ പുരകളിൽ Solidarity Zindabad, Solidarity Zindabad, Solidarity Zindabad, Solidarity Zindabad. മുതലാളിത്തവും മൂല്യച്യുതിയും, മുതലാളിത്തവും മൂല്യച്യുതിയും, മുതലാളിത്തവും മൂല്യച്യുതിയും, മുതലാളിത്തവും മൂല്യച്യുതിയും. ആടിപ്പാടി മുടിക്കുമ്പോൾ ഒരു പഠനം പോയിന്റ് കിടക്കാൻ ഒരു പട്ടണത്തിന് ഒരു പേര് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അടുത്ത കാലത്ത് ഇത്ര വലിയൊരു പ്രകടനം കണ്ടിട്ടില്ല. ആടിപ്പാടി മുടിക്കുമ്പോൾ, ആടിപ്പാടി മുടിക്കുമ്പോൾ ആദർശത്തിൻ പൂക്കൾ വിരിയും, ആദർശത്തിൻ പൂക്കൾ വിരിയും. വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിട്ടയായിട്ടുള്ള ഒരു പ്രകടനം ഞാൻ കണ്ടിട്ടില്ല. ഇത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പ്രായമുള്ള ആൾക്കാർ വളരെ കുറവും ചെറുപ്പക്കാർ, യുവാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ആ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു സംഗതിയായിരുന്നു. ഒരു ജാഥ പോണേ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ജാഥ പോയതിന് ശേഷം പറ്റും. മനസ്സിലായി? ഇവിടെ അതെല്ലാം അവരെ മാറ്റി നിർത്തി അവർക്ക് പോകേണ്ടവർക്ക് പബ്ലിക്കിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. ലോകം ഞങ്ങൾ സൃഷ്ടിക്കും, ലോകം ഞങ്ങൾ സൃഷ്ടിക്കും, ലോകം ഞങ്ങൾ സൃഷ്ടിക്കും, ലോകം ഞങ്ങൾ സൃഷ്ടിക്കും. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്. വിദ്യാർത്ഥികളെ വലയിൽ വീഴ്ത്തി, വിദ്യാർത്ഥികളെ വലയിൽ വീഴ്ത്തി, വിദ്യാർത്ഥികളെ വലയിൽ വീഴ്ത്തി, വിദ്യാർത്ഥികളെ വലയിൽ വീഴ്ത്തി. യുവശക്തികളെ അടിമകളാക്കി, യുവശക്തികളെ
ഇനിയുമുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നീട്ടിവെക്കുകയാണ്. നമ്മൾ സമ്മേളനം ഒരുപാട് നടത്തി. നമ്മുടെ എല്ലാ സമര സമ്മേളനങ്ങളുടെയും സെമിനാറുകളുടെയും 6 മാസമായി നടത്തിവരുന്ന പരിപാടികളുടെ ഒരു സമാപന സമ്മേളനമാണ് നമ്മൾ പാലക്കാട് നിശ്ചയിച്ചിരുന്നത്. അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രകടനമായിരുന്നു. സർവശക്തനായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 3 മണിക്ക്, കൃത്യം 3 മണിക്ക് നമ്മൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്ന കൃത്യം 3 മണിക്ക് പാലക്കാട് വിട്ടു. അവസാനത്തെ നിര കോളേജ് വിട്ടത് 5:25-നാണ്. 2.5 മണിക്കൂർ നേരം നമ്മൾ പാലക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. ആ പ്രകടനത്തിൽ ഈ സമാപന സമ്മേളനത്തിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ മൈതാനിയിൽ വന്ന ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹം കോരിച്ചൊരിയുന്ന സമയത്ത് നമ്മൾ ആവേശപൂർവ്വം വിളിച്ചു പറഞ്ഞതും അത് തന്നെയായിരുന്നു. ഈ മഹാസമ്മേളനത്തിന്റെ അവസാനത്തിൽ പുതുതായി ഒരു കാര്യം നമുക്ക് പറയാനില്ല. അതുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ വെച്ച് അവസാനിക്കുന്നത് കൊണ്ട് യാതൊരു കുറവും വരുന്നില്ല. നമ്മൾ പരിശീലനം സിദ്ധിച്ച ഒരു പടയാണ് എന്ന്, ഈ നാടിനെ പരിശീലിപ്പിക്കാൻ യോഗ്യരാണ് എന്ന് ഈ സമ്മേളനത്തോടുകൂടി, നമ്മുടെ ഈ ഗംഭീരമാർന്ന ഈ നൃത്തത്തോടുകൂടി, ഈ മഴയെ വരവേറ്റതോടുകൂടി ഏതൊരു സന്നിഗ്ധ ഘട്ടവും തരണം ചെയ്യാൻ പ്രാപ്തരാണ് നമ്മൾ എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ കൂടുതൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശത്തിന്റെ കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 2 മാസക്കാലമായി നമ്മൾ നടത്തിയ സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും സ്നേഹത്തിന്റെ മഴയായി നമ്മൾ പെയ്യും കേരളീയ തീരത്ത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള അജണ്ടകളെ നമ്മൾ സ്വാധീനിക്കും, മാറ്റിമറിക്കും. ഏറ്റവും മെച്ചപ്പെട്ട ഒരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ അഹോരാത്രം പരിശ്രമിക്കും. നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ സമര പരിപാടികളും കൂടുതൽ ആവേശത്തോടുകൂടി ഏറ്റെടുത്ത് നടത്തുവാനുള്ള ആത്മവിശ്വാസമാണ് ഈ സമ്മേളനത്തോടുകൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളീയ സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ സോളിഡാരിറ്റി നടത്തും ഭാവിയിൽ എന്നീ സന്ദർഭത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട അമീറിന്റെ ഉപദേശം മാനിച്ചുകൊണ്ട് നമ്മൾ ഈ സമ്മേളനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി വീട്ടിലേക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, സഹപ്രവർത്തകർക്കും, സഹോദരന്മാർക്കും, സോളിഡാരിറ്റിയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ സന്ദർഭത്തിൽ നന്ദി പറയുകയാണ്. നാം കേരളത്തിന് നൽകിയിട്ടുള്ള ഒരു ജീവിത രീതി, ഇതെല്ലാം കേരളം വളരെ സന്തോഷപൂർവ്വം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സോളിഡാരിറ്റിയെയും കേരള ജനത അതിന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ തെളിവാണ് ഇന്ന് പാലക്കാട് നടന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ക്ഷുഭിത യൗവനം ഇനി നാടിൽ പ്രചരിക്കാൻ പോവുകയാണ്, വ്യാപിക്കാൻ പോവുകയാണ്. സോളിഡാരിറ്റിയുടെ ദൗത്യം 2 എണ്ണമാണ്. ഒന്നാമത്തെ ദൗത്യം പോരാട്ടം, 2ാമത്തെ ദൗത്യം സേവനം. നമ്മുടെ സേവനം ഒരു പോരാട്ടമാണ്, നമ്മുടെ പോരാട്ടം ഒരു സേവനവുമാണ്. നാം നമുക്ക് വേണ്ടിയല്ല സമരം ചെയ്യുന്നത്. നാം സമരം ചെയ്യുന്നത് പീഡിത ജനവിഭാഗത്തിന് വേണ്ടിയാണ്, അധസ്ഥിതരായ ആളുകൾക്ക് വേണ്ടിയാണ്, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയുള്ള സമരം നമ്മുടെ സ്വകാര്യമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല. സ്വകാര്യമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലാത്തതുകൊണ്ട്
അതുകൊണ്ട് പോരാട്ടം സേവനമാണ്, സേവനം പോരാട്ടമാണ്. നാം ഊർജം ഉൾക്കൊള്ളുന്നത് ദൈവവിശ്വാസത്തിൽ നിന്നാണ്. ഏകനായ ഈശ്വരനിലുള്ള വിശ്വാസമാണ്. ആ ശക്തി സമാർജിച്ചുകൊണ്ട് ഈ കേരള ജനതയ്ക്ക് വേണ്ടി നാം നിലകൊള്ളും. അതിനുള്ള കരുത്ത് ഈ സമ്മേളനം കാണിച്ചിരിക്കുന്നു, യാതൊരു സംശയവുമില്ല. ഈ സമ്മേളനത്തിൽ സമാപന പ്രാർത്ഥന നടത്തുന്നത് ബഹുമാന്യനായ അസിസ്റ്റന്റ് അമീർ MI അബ്ദുൽ അസീസ് സാഹിബാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. കരുണാവാരിധിയായ നാഥ, നിന്റെ മാർഗത്തിൽ അണിനിരന്നിട്ടുള്ള ഈ യുവസമൂഹത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അടച്ചവനെ, അവരുടെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. കരുണാവാരിധിയായ നാഥ, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എണീറ്റ് നിന്ന ഈ യുവതയെ നീ സഹായിക്കണേ തമ്പുരാനെ. ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് രോഷത്തിന്റെ ഇടിമുഴക്കി, പ്രതിഷേധത്തിന്റെ മിന്നൽ പിണരുകൾ ഉതിർത്ത്, പ്രതീക്ഷകളുടെ പേമാരി വർഷിച്ച്, ആലിപ്പഴം കൊണ്ട് വിശുദ്ധി വരുത്തി അവർ തിരിച്ചുപോയി വിപ്ലവത്തിന്റെ കർമ്മഭൂമിയിലേക്ക്, ആദർശ യൗവനത്തിന്റെ വസന്തം വീണ്ടെടുക്കാൻ. ഇരുളിന്റെ ദുശക്തികൾക്ക് ഇനി ഇവിടെ വിഹരിക്കാനാവില്ല. കൊടുങ്കാറ്റിന്റെ ശക്തിയും ആലിപ്പഴത്തിന്റെ വിശുദ്ധിയുമായി സോളിഡാരിറ്റി കേരളത്തിന് കാവലുണ്ട്. ഈ നീലമാനത്തിൻ നെഞ്ചിൽ നിന്നൂറുന്ന ഹൃദയരക്തത്തിന്റെ മുദ്രയാണിക്കൊടി, ഹൃദയരക്തത്തിന്റെ മുദ്രയാണിക്കൊടി. ഇരവിനും മേലെ ഇരുളിനും മേലെ ഒരു സുപ്രഭാതത്തിൻ തെളിമയാണിക്കൊടി. ഇക്കൊടി കൈകളിലേന്തി നാം പാടുക, ഇന്നീതി കേടുകൾ നീക്കി മുന്നേറുക. ഈ നീലമാനത്തിൻ നെഞ്ചിൽ നിന്നൂറുന്ന ഹൃദയരക്തത്തിന്റെ മുദ്രയാണിക്കൊടി. ഉരുകുന്ന വേനലിൻ ദാഹത്തിൽ വീണിടും കരിമേഘവർഷത്തിമർപ്പായി പെയ്യുക. ഉരുകുന്ന വേനലിൻ ദാഹത്തിൽ വീണിടും കരിമേഘവർഷത്തിമർപ്പായി പെയ്യുക. പ്രളയത്തിൽ നിലതെറ്റിയാടുന്ന സഹജന്റെ വിളികേട്ടു തുഴയുന്ന പങ്കായമാവുക. പ്രളയത്തിൽ നിലതെറ്റിയാടുന്ന സഹജന്റെ വിളികേട്ട് തുഴയുന്ന പങ്കായമാവുക. കണ്ണീർ തുടയ്ക്കുന്ന കൈകളായി മാറുക, കോർത്ത കൈ അഴിയാതെ അണിചേർന്നു നിൽക്കുക. കണ്ണീർ തുടക്കുന്ന കൈകളായി മാറുക, കോർത്ത കൈ അഴിയാതെ അണിചേർന്നു നിൽക്കുക. ഈ നീലമാനത്തിൻ നെഞ്ചിൽ നിന്നൂറുന്ന ഹൃദയരക്തത്തിന്റെ മുദ്രയാണിക്കൊടി, ഹൃദയരക്തത്തിന്റെ മുദ്രയാണിക്കൊടി. ബധിരത നടിച്ചുവൻ അരമനകളിൽ വാഴും അധികാരികൾക്കു പേടിക്കിനാവാകുക. ബധിരത നടിച്ചുവൻ അരമനകളിൽ വാഴും അധികാരികൾക്കു പേടിക്കിനാവാകുക. ഒച്ചയില്ലാതെ പിടയ്ക്കുന്ന പീഡിതർ ഉച്ചത്തിൽ ചോദിക്കും നാവായി മുഴങ്ങുക. ഒച്ചയില്ലാതെ പിടയ്ക്കുന്ന പീഡിതർ ഉച്ചത്തിൽ ചോദിക്കും നാവായി മുഴങ്ങുക. ഘനമേഘപാളികൾ വിണ്ട് ഗർജിക്കുക, കലകളച്ഛേദം നടത്തി മുന്നേറുക. ഘനമേഘപാളികൾ വിണ്ട് ഗർജിക്കുക, കലകളച്ഛേദം നടത്തി മുന്നേറുക. ഈ നീലമാനത്തിൻ നെഞ്ചിൽ നിന്നൂറുന്ന ഹൃദയരക്തത്തിന്റെ മുദ്രയാണിക്കൊടി, ഹൃദയരക്തത്തിന്റെ മുദ്രയാണിക്കൊടി. ഇരവിനും മേലെ